തിരുവനന്തപുരം DCC അധ്യക്ഷ സ്ഥാനം പാലോട് രവി രാജിവെച്ചിരിക്കുന്നു. പാലോട് രവിയുടെ രാജി KPCC നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നു. പാലോട് രവി നടത്തിയ സംഭാഷണം, ഫോണിലൂടെ നടത്തിയ പ്രാദേശിക നേതാവുമായി നടത്തിയ സംഭാഷണം വലിയ രീതിയിൽ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ പ്രതിസന്ധിയെ തുറന്നു കാണിക്കുന്നതാണ് എന്നുള്ള നിലയ്ക്ക് വിലയിരുത്തപ്പെട്ടിരുന്നു. KPCCയുടെ അധ്യക്ഷൻ സണ്ണി ജോസഫ് തന്നെ ഇത് ഗൗരവമേറിയ ഒന്നാണ്, അതിൽ നടപടി ഉണ്ടാവുമെന്നുള്ള രീതിയിൽ സൂചനയുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പാലോട് രവി തിരുവനന്തപുരം DCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചിരിക്കുന്നു. ആ രാജി KPCC നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നു. വിവാദമായ ഒരു ഫോൺ സംഭാഷണം, ആ ഫോൺ സംഭാഷണം എന്ന് പറയുന്നത് 3 തരത്തിൽ വളരെയധികം പ്രധാനപ്പെട്ടതായിരുന്നു. ഒന്ന്, കോൺഗ്രസിന് പ്രവർത്തിക്കാനുള്ള ശേഷിയില്ലാത്ത രീതിയിൽ അതിൻ്റെ ഉൾപാർട്ടിയിലെ പ്രവർത്തന സമ്പ്രദായവും അതിൻ്റെ ശക്തിയും കുറഞ്ഞിരിക്കുന്നു, പ്രവർത്തിക്കാൻ ആളില്ലാത്ത ഒന്നായി മാറിയിരിക്കുന്നതിലെ നിരാശയും വിഷമവും പങ്കുവെച്ചുകൊണ്ടുള്ള രീതിയിലായിരുന്നു ഈ സംഭാഷണം. പാലോട് രവിയും ഒരു പ്രാദേശിക നേതാവും തമ്മിലുള്ള ആ സംഭാഷണത്തിൽ നമ്മൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നത് പാലോട് രവി തൻ്റെ ഉള്ളിലുള്ള ആത്മരോഷവും ധർമ്മസങ്കടവും പാർട്ടിയുടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗതികേടിനെക്കുറിച്ചുള്ള ധർമ്മസങ്കടവും ഒക്കെ ഒരു പ്രാദേശിക നേതാവിനോട് ആത്മാർത്ഥമായിട്ട് ഫോണിലൂടെ സൂചിപ്പിക്കുകയായിരുന്നു. ഒരു കാരണവശാലും പുറത്ത് പറയാൻ പാടില്ലാത്ത, ഒരു കാരണവശാലും പുറത്ത് വരാത്ത ഒരു കാര്യം അത്രമേൽ സ്വതന്ത്രമായ രഹസ്യമായ ഒരു ഫോൺ സംഭാഷണത്തിലൂടെ മറ്റൊരു പാർട്ടി പ്രാദേശിക നേതാവിനോട് നമ്മുടെ പാർട്ടി ഇങ്ങനെ പോയാൽ എങ്ങനെ ശരിയാവും എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് മറ്റൊരു നേതാവിനോട് പറയുന്ന ഒന്നായിരുന്നു. പക്ഷേ അത് റെക്കോർഡ് ചെയ്യപ്പെട്ട് ജനങ്ങൾക്കിടയിലേക്ക് വരുന്നു. സ്വാഭാവികമായിട്ടും അതിൽ പാലോട് രവിക്കെതിരെ നടപടി പാർട്ടി എടുത്താൽ അത് വലിയ രീതിയിൽ തെറ്റായിട്ടുള്ള സന്ദേശങ്ങൾ നൽകും. പാർട്ടിക്കകത്ത് ഉള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ നമ്മളുടെ പാർട്ടി എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആശങ്ക പങ്കുവെക്കുന്ന ഒരു കാര്യം ഫോണിലൂടെ സംസാരിച്ചതിൻ്റെ പേരിൽ പാലോട് രവിക്കെതിരെ നടപടി എടുത്താൽ അത് പാർട്ടിക്ക് തന്നെ ക്ഷീണമാകുമെന്ന് പാർട്ടി മനസ്സിലാക്കിയത് കൊണ്ടാവാം പാലോട് രവി തന്നെ രാജിവെക്കുന്ന രീതിയിലേക്ക് തൻ്റെ ഭാഗത്ത് നിന്ന് വന്ന ഈ വാക്കുകൾ അത് പാർട്ടിക്ക് ദോഷമാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കുന്നു എന്നുള്ള നിലയ്ക്കായിരിക്കാം അദ്ദേഹം ഇപ്പോൾ രാജിവെച്ചിട്ടുള്ളത് എന്ന് മാത്രമല്ല, ഇത് വാർത്തയാവുകയും വലിയ വിവാദങ്ങളിലേക്ക് മാറുകയും ചെയ്ത സമയത്ത് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി പാർട്ടിയുടെ അവസ്ഥ കൂടുതൽ മെച്ചപ്പെടണമെന്ന ഉദ്ദേശത്തോടു കൂടി സംസാരിച്ചതാണ്. അത് ഒരു പൊതു സ്ഥലത്ത് നടത്തിയ സംഭാഷണമോ ഒന്നുമല്ല, ഒരു മീറ്റിങ്ങിൽ പറഞ്ഞ കാര്യം അല്ല, ഏതെങ്കിലും പത്രത്തിനോ മറ്റോ നൽകിയ അഭിമുഖവുമല്ല, മറ്റൊരു വ്യക്തി ഫോണിൽ പറഞ്ഞ ഒരു കാര്യം അതെങ്ങനെ പുറത്തു വന്നു എന്നുള്ളത് അന്വേഷിക്കേണ്ടതുണ്ട്. എന്തായാലും പാലോട് രവിയുടെ രാജി KPCC നേതൃത്വം സ്വീകരിച്ചിരിക്കുകയാണ്. പാലോട് രവി തിരുവനന്തപുരം DCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചിരിക്കുന്നു. ഫോൺ സംഭാഷണം വിവാദമായതിനെ തുടർന്നാണ് രാജിവെച്ചത്. കോൺഗ്രസ് പ്രവർത്തകരിൽ പലരും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇങ്ങനെ മുന്നോട്ട് പോയാൽ BJPയിലേക്ക് മാറുന്ന അവസ്ഥയുണ്ടാവും, ഇവിടെ വീണ്ടും LDF ഭരണം തുടരുന്ന അവസ്ഥ വരും. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് ഒരു എടുക്കാച്ചരക്കായി മാറുന്ന അവസ്ഥയിലേക്ക് നമ്മളുടെ പാർട്ടി പോവാതിരിക്കാൻ അടിയന്തരമായിട്ട് പല കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട് എന്നൊക്കെയുള്ള രീതിയിലാണ് പാലോട് രവി ആത്മാർത്ഥമായ ഒരു പാർട്ടി പ്രവർത്തകൻ്റെ മനോവ്യഥകൾ എന്നുള്ള നിലയ്ക്ക്, ധർമ്മസങ്കടങ്ങൾ എന്നുള്ള നിലയ്ക്ക് മറ്റൊരു പാർട്ടി പ്രവർത്തകനോട് സംസാരിച്ചത്. എന്ന് മാത്രമല്ല, ആ മറുഭാഗത്തുള്ള പ്രാദേശിക നേതാവ് പാലോട് രവി സംസാരിച്ചുകൊണ്ടിരിക്കെ അതിൻ്റെ ചില ഉദാഹരണങ്ങൾ പറയാൻ ശ്രമിക്കുമ്പോൾ അതിനും ഇടയിൽ കയറിക്കൊണ്ട് തൻ്റെ ആത്മവ്യഥ കൃത്യമായിട്ട് സൂചിപ്പിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ പാലോട് രവി DCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചിരിക്കുന്നു. ഒരിക്കൽ കൂടി പാലോട് രവിയുടെ ആ വിവാദ സംഭാഷണം കേൾക്കാൻ കാരണം എത്രത്തോളം പ്രധാനപ്പെട്ട ഒന്നാണ്, കോൺഗ്രസ് അതിനെ എത്രത്തോളം ഗൗരവത്തോടുകൂടി കാണുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ് പാലോട് രവിയുടെ ഈ രാജി. ആ സംഭാഷണം ഒരിക്കൽ കൂടി നമ്മൾക്ക് കേൾക്കാം. അവിടെ പഞ്ചായത്ത് ഇലക്ഷൻ 3ാമത് പോകും, നിയമസഭയിൽ ഉച്ചകുത്തി താഴെ നീ നോക്കിക്കോ. 60 അസംബ്ലി നിയോജക മണ്ഡലത്തിൽ BJP എന്ത് ചെയ്യാൻ പോകുന്നെന്ന്. അവൻ കാശ് കൊടുത്ത ആളുകളെ വോട്ട് വാങ്ങിച്ച് ഈ പാർലമെന്റ് ഇലക്ഷനിൽ വോട്ട് പിടിച്ചതുപോലെ അവൻ 40,000 50,000 വോട്ട് പിടിക്കും. കോൺഗ്രസ് പാർട്ടി 3ാം സ്ഥാനത്ത് ഉച്ചകുത്തി കേക്ക് മാർക്സിസ്റ്റ് പാർട്ടി ഭരണം തുടരുകയും ചെയ്യും. ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകും. അതോട് ഈ പാർട്ടിയുടെ അതോ ഗതിയായിരിക്കും. ഇതിനകത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവർ അവർ വേറെ കുറെ പാർട്ടിയിലും കുറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പോകും. കോൺഗ്രസിനുണ്ടെന്ന് പറയുന്ന കുറെ ആളുകൾ BJPയിലും മറ്റേതെങ്കിലും പാർട്ടികളിലേക്ക് പോകും. ഇത് എടുക്കാത്ത ചരക്കായി ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും കഴിയുമ്പോഴാണ് നശിക്കുന്നത്. അത് ഉറപ്പാണ്. പ്രത്യേകിച്ച് പഞ്ചായത്ത് ഇലക്ഷൻ നമ്മൾ യാതൊരു ബ്ലോക്ക് ഭാരവാഹികളുടെ കാര്യത്തിൽ 100 പേരെ വയ്ക്കും. പാർട്ടി ഇറങ്ങി നടക്കാൻ ആളില്ല. പ്രസിഡന്റുമാരുടെ ലിസ്റ്റ് ഇവിടെ തന്നു, വേറും ബോഗസ് ആയിരുന്നു. അത് അവിടെ നിന്നല്ല, ഞാൻ ജില്ലയുടെ കാര്യം നാട്ടിൽ ഇറങ്ങി നടന്ന് ജനങ്ങളുടെ ഒക്കെ പോയി കണ്ട് നല്ലൊരു സംസാരിക്കാൻ 10% സ്ഥലത്തേ നമുക്ക് ആളുള്ളൂ. ഇത് നമ്മൾ മനസ്സിലാക്കാതെ മുമ്പ്
തിരുവനന്തപുരത്ത് നിന്ന് സൂര്യഗായത്രി ചേരുന്നു. പാലോട് രവിയുടെ രാജി, ആ രാജി KPCC നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നു. വിവാദമായിട്ടുള്ള ഫോൺ സംഭാഷണം, അതിൽ പ്രധാനമായിട്ടും ഈ രാജിക്ക് ഇടയാക്കിയത് ഈ പറയുന്ന വിവാദമായ ഫോൺ സംഭാഷണം, അത് രഹസ്യമായിട്ടുള്ള രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഫോൺ സംഭാഷണം ആത്മാർത്ഥമായിട്ട് സംസാരിച്ചതാണെങ്കിൽ പോലും അത് പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പാർട്ടിക്ക് വലിയ ക്ഷീണമുണ്ടാക്കി. ഇതിൻ്റെ പേരിൽ പാർട്ടിയുടെ ഭാഗത്തു നിന്നൊരു നടപടി ഉണ്ടായാൽ, പാർട്ടിയെക്കുറിച്ച് ആത്മാർത്ഥമായി പറഞ്ഞതിൻ്റെ പേരിൽ ഇതാ ഒരു പാവപ്പെട്ട നേതാവിനെ പാർട്ടി പുറത്താക്കിയിരിക്കുന്നു എന്നൊക്കെ വരുമായിരുന്നു. ഇപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടാണോ പാലോട് രവി രാജിവെച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടും പുല്ലമ്പാറയിലെ ഒരു പ്രാദേശിക നേതാവുമായിട്ട് DCC അധ്യക്ഷൻ പാലോട് രവി സംസാരിച്ച ഒരു ഫോൺ സംഭാഷണമാണ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. ആ ഫോൺ സംഭാഷണം പുറത്തു വന്നതിന് പിന്നാലെ വലിയ വിമർശനം നേതൃത്വത്തിനകത്ത് പാലോട് രവിക്കെതിരെ ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. KPCC അധ്യക്ഷനോടക്കം നടപടി സ്വീകരിക്കുമോ എന്ന് ചോദിക്കുമ്പോഴും അദ്ദേഹം അതിൽ വലിയ വ്യക്തത ഒന്നും വരുത്തുന്നില്ല. പാലോട് രവിയോട് വിശദീകരണം തേടും, അദ്ദേഹത്തെ വിളിക്കുമെന്നുള്ള കാര്യം മാത്രമാണ് സണ്ണി ജോസഫും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും സ്വമേധയാ കുറ്റം അല്ലെങ്കിൽ ഈ വിമർശനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പാലോട് രവി തിരുവനന്തപുരം DCC അധ്യക്ഷ സ്ഥാനം ഒഴിയുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. രാജി KPCC നേതൃത്വത്തിന് നൽകുകയും നേതൃത്വം ആ രാജി സ്വീകരിക്കുകയും ചെയ്തു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഈ ഫോൺ സംഭാഷണത്തിൽ ഉടനീളം പാർട്ടിക്ക് അകത്തെ സ്നേഹമില്ലായ്മയും അണികൾക്കും പ്രവർത്തകർക്കും തമ്മിലുള്ള ബന്ധമില്ലായ്മയും ഒക്കെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിനും അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കും ഒക്കെ വലിയ വിജയം മുന്നിൽ കണ്ട് കോൺഗ്രസും UDFും ഒക്കെ വലിയ പ്രവർത്തനം ഇപ്പോഴേ നടത്തുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വലിയ വിജയം നേടുമെന്നുള്ള കാര്യം പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ഓരോ തവണ പ്രതികരണം നടത്തുമ്പോഴും പറയുകയും ചെയ്യുകയാണ്. അത്തരത്തിൽ ഉള്ള മുന്നൊരുക്കങ്ങൾ പാർട്ടിക്കകത്ത് നടക്കുമ്പോഴാണ് അതിനൊരു വിങ്കലേൽക്കുന്ന തലത്തിലുള്ള ഒരു ഫോൺ സംഭാഷണം പാലോട് രവിയുടേതായിട്ട് പുറത്തു വരുന്നത്. അത് പാലോട് രവിയും ഒരു പ്രാദേശിക നേതാവുമായിട്ട് നടത്തുന്ന ഫോൺ സംഭാഷണമാണെങ്കിൽ കൂടിയും അത് പുറത്തു വന്നതിന് ശേഷം നേതൃത്വത്തിന് വലിയ ക്ഷീണമുണ്ടാക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് അകത്ത് പാലോട് രവി ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് തദ്ദേശീയ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം നേതൃത്വത്തിന് നേരിടേണ്ടതായിട്ട് വരുമെന്നുള്ള കാര്യം അദ്ദേഹം ആ ഫോൺ സംഭാഷണത്തിൽ പറയുന്നുണ്ട്. കോൺഗ്രസ് മൂന്നാമതാകുമെന്നുള്ളതാണ് പറയുന്നത്. തദ്ദേശീയ തെരഞ്ഞെടുപ്പോടെ കോൺഗ്രസ് ഇല്ലാതാകുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കുറെ കോൺഗ്രസ് പ്രവർത്തകർ ഈ തെരഞ്ഞെടുപ്പുകളിലെ പരാജയത്തെ തുടർന്ന് BJPയിൽ ചേരും, മുസ്ലിം വിഭാഗം മറ്റു പാർട്ടികളിലേക്കും CPMലേക്കും പോകും, കോൺഗ്രസ് എടുക്കാച്ചരക്കായി മാറും തുടങ്ങിയ രൂക്ഷമായിട്ടുള്ള പരാമർശങ്ങളാണ് അദ്ദേഹം ആ ഫോൺ സംഭാഷണത്തിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അത് പുറത്തു വന്നതിന് പിന്നാലെയാണ് സാധാരണഗതിയിൽ നേതൃത്വമൊക്കെ തന്നെ പുറത്തു പറയുന്നത് വലിയ വിജയം തങ്ങൾ നേടുമെന്നാണ്. സൂര്യഗായത്രി, ഇതിൽ പാലോട് രവി സംസാരിക്കുന്ന പ്രാദേശിക നേതാവായിട്ടുള്ള ജലീൽ, ആ ജലീലിനെ പുറത്താക്കി എന്നുള്ള വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് നേതൃത്വത്തിനകത്തെ സ്വരചേർച്ചകളാണ് എന്നുള്ളതാണ് ഈ നടപടിയിലെ അല്ലെങ്കിൽ ഈ വലിയ വിമർശനത്തിലേക്ക് കടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. കാരണം അവർ രണ്ടുപേരും സംസാരിക്കുന്നതിനിടയിൽ തന്നെ പറയുന്നുണ്ട് പല മണ്ഡലങ്ങളിലും പ്രാദേശിക പ്രവർത്തിക്കാൻ ആരുമില്ല, ആരും തയ്യാറാകുന്നില്ല, വിളിച്ച് പ്രവർത്തിക്കാൻ പറഞ്ഞാൽ പോലും ആരും മുന്നിട്ടിറങ്ങുന്നില്ല തുടങ്ങിയ കാര്യങ്ങളാണ് അവര് ഫോൺ സംഭാഷണത്തിൽ ഉടനീളം പറയുന്നത്. അതിലൊരു പുല്ലമ്പാറയിലെ മണ്ഡലം പ്രസിഡന്റിന്റെ എതിരെ അടക്കമുള്ള വിമർശനങ്ങളാണ് അതിൽ ഉന്നയിക്കുന്നത്. പക്ഷേ ആ ഫോൺ സംഭാഷണം അത് ഒരു പുറത്ത് വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ അതൊരു പക്ഷേ നേതൃത്വത്തിനകത്തെ രണ്ട് പ്രധാനപ്പെട്ട ഒരു DCC അധ്യക്ഷനും അതിലൊരു നേതാവും തമ്മിൽ നേതൃത്വത്തിനെ പറ്റിയും അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളെ പറ്റിയും സാധാരണഗതിയിൽ ചർച്ച ചെയ്യുകയും അതിന്റെ മുന്നൊരുക്കങ്ങൾ തമ്മിൽ സംസാരിക്കുകയും ചെയ്യുന്ന ഒരു ഫോൺ സംഭാഷണം മാത്രമായിട്ട് മാറേണ്ടതായിരുന്നു. പക്ഷെ അത് പുറത്തു വന്നതിന് പിന്നാലെയാണ് വലിയ വിമർശനങ്ങൾ പാലോട് രവിക്ക് എതിരെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇതിന് മുൻപ് പാലോട് രവിയുടെ ഭാഗത്തു നിന്നുണ്ടായ പല പ്രവർത്തികളും അത് കോൺഗ്രസിനെ തന്നെ ആകെ ട്രോളുന്ന തരത്തിലൊക്കെ മാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലൊക്കെ തന്നെ ഒരു വിഭാഗം പാലോട് രവിക്ക് നേരെ ഉയരുകയും പാലോട് രവി അധ്യക്ഷ സ്ഥാനം രാജിക്കത്ത് KPCCക്ക് നൽകുന്ന ഘട്ടത്തിൽ വരെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ രാജിക്കത്ത് KPCC സ്വീകരിക്കാതെ വീണ്ടും അദ്ദേഹത്തിനോട് നിർബന്ധിച്ച സ്ഥാനത്തിൽ തുടരണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചതിന് പിന്നാലെയാണ് വീണ്ടും അദ്ദേഹം ആ സ്ഥാനത്ത് തന്നെ തുടർന്നത്.
അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ കൂടി ഉയർന്നു വന്നത്. അതുകൊണ്ട് തന്നെ സ്വമേധയാ ഇപ്പോൾ രാജിവെച്ച് DCC അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞു. സ്വമേധയാ രാജിവെക്കുമ്പോൾ തന്നെയും KPCC ആ രാജി ചോദിച്ചു വാങ്ങി എന്ന് പറയേണ്ടി വരും. KPCC ആ രാജി ചോദിച്ചു വാങ്ങുന്നു. അതായത് ഒരു നടപടിയായിട്ട് എടുത്ത് ഇതിൽ ഒരു ശിക്ഷാ നടപടി എടുക്കുകയാണെങ്കിൽ അത് പാർട്ടിക്കെതിരെ ഒരു പ്രതിച്ഛായ പ്രശ്നമായിട്ട് മാറും. കാരണം പാർട്ടിയിലെ പ്രശ്നങ്ങൾ സൂചിപ്പിച്ചതിന്റെ പേരിൽ ഒരാളെ പുറത്താക്കുന്നു. അങ്ങനെ വരരുത്, മറിച്ച് നിങ്ങൾ ഇങ്ങോട്ട് രാജി തരിക, ഞങ്ങളത് സ്വീകരിക്കാം എന്നുള്ള നിലയ്ക്ക് കാര്യങ്ങൾ പോയി എന്ന് പറയേണ്ടി വരുമോ? ഔദ്യോഗികമായിട്ട് പാലോട് രവിക്കെതിരെ ഒരു നടപടി ഉറപ്പായിട്ടും ഉണ്ടാകുമെന്നുള്ള പ്രതികരണം സണ്ണി ജോസഫിന്റെ ഭാഗത്ത് നടക്കം ഉണ്ടായില്ല. അദ്ദേഹത്തോട് വിശദീകരണം തേടുമെന്നുള്ളത് മാത്രമാണ് KPCC അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആകെ നേതൃത്വത്തിന് ക്ഷീണമുണ്ടാക്കി പാലോട് രവിയും അതുപോലെ പ്രാദേശിക നേതാവും തമ്മിൽ സംസാരിച്ച് ഫോൺ സംഭാഷണം എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പാലോട് രവിക്കെതിരെ ഒരു നടപടി നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നുള്ള ചില അറിയിപ്പുകൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പാലോട് രവിയോട് നേരിട്ട് നേതൃത്വം തന്നെ ഒരു രാജി ആവശ്യപ്പെടുമോ, അത് പിന്നീട് അത് നേതൃത്വത്തിനെതിരെ വിമർശനം ഉയരുന്ന സാഹചര്യത്തിലേക്ക് കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ DCC അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞ് പാലോട് രവി തന്നെ രാജിക്കത്ത് നേതൃത്വത്തിന് നൽകി എന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. എന്തായാലും രാജിക്കത്ത് നൽകിയ ഉടനെ KPCC നേതൃത്വം അത് സ്വീകരിച്ചു എന്നുള്ളതാണ്. അത്തരത്തിലൊരു തീരുമാനമാണ് നേതൃത്വത്തിനകത്തും ഉണ്ടായിരുന്നത്. ഒരു വിഭാഗം പാലോട് രവിക്കെതിരെ തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാജി അത് പാലോട് രവിയുടെ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പായിരുന്നു. അത് നേതൃത്വം ആവശ്യപ്പെട്ട് അദ്ദേഹം രാജിവെക്കുമോ അതല്ല അദ്ദേഹം തന്നെ സ്വമേധയാ രാജിക്കത്ത് നൽകിയെന്നുള്ള വാർത്തയായിരിക്കുമോ പുറത്തു വരിക എന്നുള്ള കാര്യം മാത്രമാണ് സംശയത്തിലുണ്ടായിരുന്നത്. ഇപ്പോൾ അദ്ദേഹം രാജിക്കത്ത് നൽകിയെന്നുള്ള വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. അത് KPCC സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വിമർശനങ്ങൾ ഉയർന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പാലോട് രവി DCC അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് പോകുന്നത് എന്നുള്ളതാണ്. തുടർച്ചയായിട്ട് പാലോട് രവിക്കെതിരെയുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടി ഈ രാജി കണക്കിലെടുക്കേണ്ടി വരും. ഇതിനു മുൻപ് രാജിക്കത്ത് നൽകുമ്പോൾ അത് തിരിച്ച് നൽകി രാജിവെക്കേണ്ട എന്നുള്ള നേതൃത്വത്തിന്റെ നിർബന്ധത്തിൽ വീണ്ടും അദ്ദേഹം ആ സ്ഥാനത്ത് തുടരുകയാണ് ചെയ്തതെങ്കിൽ ഇപ്പോൾ നേതൃത്വത്തിന്റെ തന്നെ ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ രാജി അദ്ദേഹത്തിന് വെക്കേണ്ടി വന്നു എന്നത് തന്നെ പറയേണ്ടതായിട്ട് വരും. എന്തായാലും രാവിലെ മുതൽ തന്നെ അദ്ദേഹത്തിന്റെ ഈ ഫോൺ സംഭാഷണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. വലിയ വിവാദം ഉയർന്നിരുന്നു. ഇനി എത്തരത്തിലാണ് ഈ ഫോൺ സംഭാഷണം പുറത്തു വന്നത്, ആരാണ് ആ ഫോൺ സംഭാഷണം പുറത്തുവിട്ടത് എന്നത് സംബന്ധിച്ച് നേതൃത്വം ഒരു അന്വേഷണം നടത്തുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. കാരണം രണ്ട് വ്യക്തികൾ തീർത്തും സ്വകാര്യമായിട്ട് സംസാരിച്ച കാര്യം അത് അവർക്ക് രണ്ടുപേർക്കും പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേർക്കെതിരെയും വിമർശനങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ ഈ ഫോൺ സംഭാഷണം എങ്ങനെയാണ് പുറത്തു വന്നത് എന്നത് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം ഇനി പാർട്ടിക്കകത്ത് നിന്ന് ഉണ്ടാകുമോ എന്നുള്ളത് അറിയേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് തദ്ദേശീയ തെരഞ്ഞെടുപ്പുകൾക്കൊക്കെ മുന്നൊരുക്കം നടത്തുന്ന സാഹചര്യത്തിൽ അതിൽ വലിയ വിജയം ഉണ്ടാകുമെന്ന് നേതൃത്വം വിശ്വസിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ആരെങ്കിലും ആ ഫോൺ സംഭാഷണം പുറത്തുവിട്ടിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് ഉൾപാർട്ടി പ്രശ്നം അത് വലിയ കലുഷിതമാകുന്ന സാഹചര്യത്തിലേക്കൊക്കെ കടക്കും. എന്തായാലും അത് സംബന്ധിച്ച് നേതൃത്വം ഇനി അന്വേഷണം നടത്തുമോ ഇല്ലയോ എന്നതാണ് അറിയേണ്ടത്. എന്തായാലും KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പാലോട് രവി രാജി നൽകി. അത് നേതൃത്വം അദ്ദേഹത്തിന്റെ രാജി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, മൂന്നാം തവണയും LDF സർക്കാർ അധികാരത്തിൽ വരും എന്ന് സൂചിപ്പിച്ച കോൺഗ്രസ് നേതാവ് പാലോട് രവി തിരുവനന്തപുരം DCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ രാജി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പ്രത്യേകിച്ചും 2-3 കാരണങ്ങൾ കൊണ്ട് അത് പ്രധാനപ്പെട്ട ഒന്നായിട്ട് മാറുന്നു. പ്രധാനപ്പെട്ട നേതാക്കൾ പറയുന്ന വാക്കുകൾ അത് ജനമനസ്സിനെ സ്വാധീനിക്കും, പ്രത്യേകിച്ചും വരും തെരഞ്ഞെടുപ്പുകളിൽ. ഉദാഹരണത്തിന് മുഖ്യമന്ത്രി ആരാവും, UDF അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി ആരാവും എന്നുള്ള ചർച്ച ഇടയ്ക്കിടെ രമേശ് ചെന്നിത്തലയുടെ മുമ്പിൽ മാധ്യമപ്രവർത്തകർ ചോദിക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് ഉത്തരങ്ങൾ പറയുമ്പോൾ എന്തുത്തരം പറഞ്ഞാലും അതുണ്ടാക്കുന്ന ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് UDF അധികാരത്തിൽ വരാൻ പോകുന്നു എന്നുള്ളൊരു തോന്നലുണ്ടാക്കുന്നു. അങ്ങനെയൊക്കെയുള്ളൊരു തോന്നലിലൂടെ കാര്യങ്ങൾ പോകുന്നതിനിടയിലാണ് ഇവിടെ മൂന്നാമതും LDF അധികാരത്തിൽ വരുമെന്ന് ഒരു കോൺഗ്രസ് നേതാവ് തന്നെ പറയുന്നത്. സ്വാഭാവികമായിട്ടും അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തിരുവനന്തപുരം DCC അധ്യക്ഷ പദവിയിൽ നിന്ന് KPCC നേതൃത്വം പാലോട് രവിയുടെ രാജി ചോദിച്ചു വാങ്ങിച്ചിരിക്കുന്നത്. ആ സംഭാഷണത്തിൽ മറുഭാഗത്ത് ഫോൺ തലക്കലുണ്ടായിരുന്ന കോൺഗ്രസ്സുകാരനായിട്ടുള്ള ജലീലിനെ പുറത്താക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇടവേള കഴിഞ്ഞ് തിരികെ എത്തുമ്പോൾ വാർത്തകൾ തുടരും. ദീപ്തി നമ്മോടൊപ്പം ചേരും.
ചെറിയ ആവശ്യങ്ങൾക്ക് ചെറിയ ലോൺ, അതും ഏറ്റവും ചെറിയ പലിശ നിരക്കിൽ. മുത്തൂറ്റ് മിനി ചെറുകിട ഗോൾഡ് ലോൺ മേള. മുത്തൂറ്റ് മിനി എന്നും നിങ്ങളോടൊപ്പം.